ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ആണ്. എൻ്റെ വീട് ഐമൻത്താണ്, കോട്ടയം. സോ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഐ തോട്ട് ഒരു വീഡിയോ എടുക്കാം. ഒരു ഈവനിങ് സമയം ഭയങ്കര രസമാണല്ലോ, നമുക്ക് നമ്മുടെ സ്വന്തം വീടെന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് നിങ്ങൾക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവർക്കും സ്വന്തം വീട് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീടും അവിടുത്തെ മൊമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് വെൽക്കം ടു ദ വീഡിയോ. അപ്പം നമ്മൾ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചെറുപയർ പായസം. ഞാൻ അതിൻ്റെ ഒരു വലിയ ഫാനൊന്നുമല്ല, പക്ഷേ ജോ അതിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പം അതുകൊണ്ട് അമ്മ ജോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കരുതി വെച്ചിരുന്നതാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മേജർ കാര്യം മേ ബി കഴിപ്പായിരിക്കുമല്ലോ അല്ലേ. എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ ആയിരിക്കില്ലേ. പ്രത്യേകിച്ചും നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ വീട്ടിലൊക്കെ പോയി താമസിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ പിന്നെയും ടേസ്റ്റ് കൂടിയ പോലെ തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറില്ലേ? പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറുതായിട്ട് പറമ്പിലോട്ടൊക്കെ ഇറങ്ങാം. ഞാൻ എപ്പോൾ വന്നാലും ഇങ്ങനെ പറമ്പിൽ കൂടെ നടക്കും, കാരണം അതൊരു ഫീലാണല്ലോ, നമ്മൾ കളിച്ച് വളർന്ന സ്ഥലമല്ലേ. പിന്നെ ഈ തെളിച്ചിട്ടേക്കണ സ്ഥലം കണ്ടോ, ഇവിടെയാണ് എൻ്റെ വീടിനടുത്തുള്ള കുട്ടികളൊക്കെ വന്ന് കളിക്കണേ. ഇത് ശരിക്കും അവരുടെ ഒഫീഷ്യൽ പ്ലേ ഗ്രൗണ്ടാണ്. സൈക്കിൾ ഓട്ടും, ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, സാറ്റ് കളിക്കും, കഞ്ഞിയും കറിയും കളിക്കും, അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പണ്ടത്തെ എൻ്റെ ആ ഒരു ടൈമിലോട്ട് ഇങ്ങനെ നമുക്ക് പോകാം. ഇവരുടെ ഈ കളി കാണുമ്പോൾ നല്ല രസമാണ്, ഭയങ്കര ബഹളമാണ്. ഒരു 2-2.5 മണിക്കൂറുണ്ടല്ലോ കളിച്ച് തകർത്തിട്ടാണ് ഒരു വീട്ടിൽ പോണേ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്തോളും. അപ്പോൾ കുട്ടികൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3:15-3:30 ആകുമ്പോൾ തൊട്ട് പിള്ളേരിങ്ങനെ ഓരോരുത്തർ വന്നു തുടങ്ങും. എന്നിട്ട് ഓരോരുത്തർ ഓരോ വീട്ടിൽ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് രസമാണ് ആ കാഴ്ച. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ആരും വരാത്തത്. അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ് മഴ പെയ്യുന്നത്, കാരണം അവർക്ക് കളിക്കാൻ വരാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇന്ന് ഓർത്ത് മഴയില്ലെങ്കിൽ അവരും കൂടെ വരുമ്പോൾ അവരെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മഴ ചതിച്ചു. ഞാനാണെങ്കിലുണ്ടല്ലോ ഇവിടെ മഴ പെയ്തപ്പോൾ പെട്ടെന്ന് മുറ്റത്തൂടെയൊക്കെ നടക്കായിരുന്നേ. പണ്ട് നമ്മൾ കൊച്ചിലെ ഈ മഴ പെയ്യുന്ന സമയത്ത് മുറ്റത്ത് വെള്ളം കെട്ടുമ്പോഴേ വെള്ളത്തിൽ കൂടെ കളിച്ച് നടക്കാനായിട്ട് ഭയങ്കര കൊതിയാണല്ലോ. അപ്പോൾ വീട്ടിൽ അമ്മയോട് ചോദിച്ച് പെർമിഷനൊക്കെ എടുത്ത് മുറ്റത്തൂടെ കുറച്ച് കളിച്ച് നടക്കുന്നത് എന്തൊരു വലിയ ലക്ഷറി ആയിരുന്നല്ലോ. എനിക്കിവിടെ വന്ന് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ. പിന്നീട് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ കേട്ടോ, കുറച്ച് ദിവസം വീട്ടിലൊരു വെക്കേഷൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പച്ചി ഇങ്ങനെ അമ്പലത്തിലോട്ടുള്ള ഉടയാടയൊക്കെ തയ്ക്കുന്ന ആളാണ്, വലിയ ഇഷ്ടമുള്ള ഒരു ഹോബിയാണ്. അപ്പോൾ അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ടീ ടൈം ആയി. വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ചായ. കാരണം എൻ്റെ പേരൻസും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമാണ് എല്ലാ കാര്യത്തിനും. സോ അതിപ്പം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നു. പിന്നെ നിങ്ങൾ കാണേണ്ടത് ഈ ഒരു റാക്കാണ്. കണ്ടല്ലോ എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ കിട്ടിയോ ഞാൻ എന്താ ഇങ്ങനെ ആയെന്ന് കണ്ടോ. ആ ഹാൻഡിൽ പോലും അമ്മ വെച്ചിരിക്കുന്നുണ്ടോ, എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. ഇതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും. 2 പേരും വാശിക്കാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അച്ഛൻ കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബുക്കൊക്കെ കറക്റ്റായിട്ട് അടുക്കി വെക്കുക, അതുപോലെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഫയലിനകത്താക്കി ലേബിൾ ചെയ്ത് വെക്കുക. പഴയ CDs, കാസറ്റ്സ്, പെൻസ്, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ ഞാൻ എന്താ ഇങ്ങനെ ആയത്? ഇന്നത്തെ ഈ ഒരു ടീ ടൈമിലെ ഞങ്ങൾക്ക് നാടൻ സ്നാക്സ് ആണ്. ഇതെല്ലാം എൻ്റെ മദർ-ഇൻ-ലോ തന്നതാട്ടോ, അമ്മ ചെയ്തു തരുന്നതാണ്. ശരിക്കും എനിക്ക് എല്ലാ ആഴ്ചയിലും അമ്മ 4 കുമ്പിള് വെച്ചിട്ട് തരും, എല്ലാ വീക്കിലും. ഇപ്പം ചക്ക ഉള്ള സീസൺ ആകുമ്പോൾ അമ്മ അതിങ്ങനെ വഴറ്റി വെച്ചിട്ട് എല്ലാ ആഴ്ചയിലും എനിക്കൊരു 4 കുമ്പിള് വെച്ച് ചെയ്തു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമ്പിള്. പിന്നെ അമ്മ ഇതുപോലെ അവലോസ് പൊടി അങ്ങനത്തെ ഇതൊക്കെ നന്നായിട്ട് ചെയ്യും. നല്ല സോഫ്റ്റാണ് അമ്മയുടെ ആ പലഹാരങ്ങളൊക്കെ. അതുമൊക്കെ ഇങ്ങനെ കൊടുത്തുവിടും. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതെല്ലാം എടുത്തിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു സ്പേസിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് റൂം. പക്ഷെ നമ്മൾ ഡൈനിങ് റൂം എന്ന് പറഞ്ഞതിനെ ഒരിക്കലും കുറച്ച് കാണരുത്. കാരണം ഈ ഒരു സ്പേസിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു എൻജോയ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ടേബിളിലോട്ട് ഫുഡ് അങ്ങോട്ട് നിരത്തും. പിന്നെ ഉണ്ടല്ലോ അവിടെ ഒരു ഇരിപ്പാണ്, മണിക്കൂറുകൾ ഞങ്ങളവിടെ ഇരിക്കും. കസിൻസ് എല്ലാവരും കൂടെ വരുന്നു, അപ്പച്ചിമാർ വരുന്നു, എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ
എന്നിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് കഴിപ്പും കളി ചിരി വർത്തമാനം അട്ടഹാസം കളിയാക്കൽ അവിടെ അവിടെ അങ്ങ് ഇരിക്കും ഞങ്ങൾ. ശരിക്കും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഒരു ബഹളം അത് എത്ര തവണ എൻജോയ് ചെയ്താലും എനിക്ക് മതിയാവില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കസിൻസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും ഓടി ഇങ്ങോട്ട് വരാൻ തോന്നും. കാര്യം ഈ ഒരു റൂമിലായിരിക്കും ഞങ്ങളുടെ ഡിസ്കഷൻസും അല്ലെങ്കിൽ വർത്തമാനം ഒക്കെ നടക്കണേ. അതെനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ ഈ ഒരു എന്താ പറയുക, ഒരു മെമ്മറിയാണ് ഈ മുറി എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലത്തെ ക്ലീനിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകളോ ഒക്കെ ഇവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ, ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അടുത്ത ഐറ്റം വന്നു. ഇത് ചിറ്റ അപ്പുറത്തുനിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഇതാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്നതായിട്ടും അപ്പുറത്തുനിന്ന് പേരമയായിട്ടും ചിറ്റയായിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഒരു പങ്ക് ഇവിടെ എത്തും. രാവിലെ തൊട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ കഴിച്ചും കുടിച്ചും ഒക്കെ ഇരിക്കാം. പിന്നെ അമ്പലത്തിൽ നിന്നുള്ള ശതശതം എന്ന് പറയുന്ന, അതായത് നരസിംഹസ്വാമിയുടെ ഒരു പ്രധാന വഴിപാടാണ്. അപ്പോൾ ശതശമൊക്കെ എന്നും കാണും. അതിൻ്റെ ഒരു പങ്ക് ചിലപ്പോൾ വീട്ടിൽ കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ, പിന്നെ കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള പായസമോ ഒക്കെ ആയിട്ട് രാവിലെ തൊട്ട് നമുക്ക് വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾ കഴിക്കാനും കുടിക്കാനും കാണും. ബട്ട് അതിൻ്റെയൊക്കെ ഒരു ഫീൽ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. എന്തായാലും പറഞ്ഞു പറഞ്ഞതേ സന്ധ്യയായി. ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഞാനിതുപോലെ അയ്മനത്ത് അമ്പലത്തിൽ പോകും. ഞാൻ പറഞ്ഞിട്ടില്ലേ, അയ്മനത്ത് നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ ചെറുതിലേ തൊട്ടേ പോകുന്നത്. ഇപ്പോൾ ഇതേ അമ്മ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് മാല കെട്ടുക. അപ്പോൾ അമ്മ നന്നായിട്ട് മാല കെട്ടും, എന്നെ മാല കെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ റെഡിയാവുന്നു. ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം. ഈ ഒരു സന്ധ്യാസമയത്ത്, അതായത് ദീപാരാധന കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ കൂടുതലും അമ്പലത്തിൽ പോകാൻ പ്രിഫർ ചെയ്യുക. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു മെഡിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. ആ സമയം കുറച്ചുകൂടി അങ്ങ് സൈലൻ്റ് ആവുമല്ലോ, ആൾക്കാരും ഒക്കെ കുറയും. എനിക്ക് ആ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ ഈ സന്ധ്യ കഴിയുമ്പോഴത്തേക്കുമാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പം ചിലപ്പം അമ്മയും അച്ഛനും ഞാനും കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയും ഞാനും കൂടെ ആയിരിക്കും. അങ്ങനെ. അപ്പം ഇതാണ് എൻ്റെ അയ്മന അമ്പലം, നരസിംഹസ്വാമിയുടെ ക്ഷേത്രം. ദ പ്ലേസ് ദാറ്റ് ഇസ് സോ ക്ലോസ് ടു മൈ ഹാർട്ട്. അതുപോലെ ഞാൻ ബിലീവ് ചെയ്യുന്ന ദാറ്റ് എനർജി, ഒരു സൂപ്പർ പവർ. യെസ്, അതാണ് എൻ്റെ നരസിംഹസ്വാമി. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയാണ്. ഡിന്നർ പുറത്തുനിന്നാണ്. ഇതും ഞങ്ങളുടെ ഒരു യൂഷ്വൽ ഈവനിങ് റൂട്ടീന് വരുന്ന ഒരു കാര്യമാണ്. അമ്പലത്തിലൊക്കെ തൊഴുത് കഴിയുമ്പോൾ എല്ലാവരും കൂടെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരും. കംപ്ലീറ്റ്ലി ഒരു റിലാക്സ്ഡ് മൂഡാണ്. കുറേ ഇഷ്ടമുള്ളൊരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്ന് പിന്നെയും കുറച്ചേരം വർത്തമാനം പറഞ്ഞിട്ട് കറി കൂടെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്, എൻ്റെ വീട്ടിൽ നിന്നുള്ള ആ ഒരു മൊമെന്റ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.